ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക്ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഡെയിലി ബൂസ്റ്ററിൻ്റെ 75ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന 10th പ്രിലിംസ്, അതായത് 10th പ്രിലിംസ് അല്ല, അതായത് 10th ലെവലിലെ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്കിപ്പോൾ ഇനി വരാനുള്ളത്. VFAക്കും LDCക്കും ഒക്കെ ഉപയോഗപ്രദമായിട്ടുള്ളൊരു ക്ലാസ് ആയിരിക്കും. അപ്പം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് മൂന്നുമാണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. 30 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുടെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ തന്നിരിക്കുന്നത്. 10th ലെവലിൽ നടന്ന ഒരു എക്സാമിൻ്റെതായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് മാത്സ് ആണ്, പിന്നെ ഇംഗ്ലീഷ് ആണ്, പിന്നെ മലയാളമാണ്. ആ ഓർഡറിൽ തന്നെയാണ് നമുക്ക് ക്ലാസ്സുകൾ പോകുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കേ, പറഞ്ഞിരിക്കുന്നത് ഒരു സംഖ്യയുടെ 20% 36 ആയാൽ 30% എത്ര? ഒരു സംഖ്യയുടെ 20% എന്താണ് പറഞ്ഞിരിക്കുന്നത്? 20% 36 ആയാൽ 30% എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എളുപ്പമാണ് അല്ലെ? നമ്മൾ ഇങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ക്രോസ് ചെയ്യുക, രണ്ടെണ്ണമുള്ളതിനെ മുകളിൽ എഴുതുക, ഒരെണ്ണമുള്ളതിനെ എന്ത് ചെയ്യണം? താഴെ എഴുതണം. 30 × 36 ഡിവൈഡഡ് ബൈ 20 എന്ന് വരും. ഓക്കെ, 0 0 കൂടി കട്ടായി പോകും. 36ഉം 20ഉം കൂടി രണ്ടും കൂടി കട്ടാകുമ്പോൾ എത്ര തവണ? 18 അല്ലെ? 36ന്റെ പകുതി എന്ന് പറയുമ്പോൾ 18 ആണ്. 18 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 54 ആണ്. ഓക്കെ, അപ്പൊ ആൻസർ എത്രയാണ്? 30% എന്ന് പറയുന്നത് ഓപ്ഷൻ എ 54 ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കാം, 20% 36 ആണെങ്കിൽ 10% എത്രയാണ്? 18. 10% 18 ആണ് എങ്കിൽ 30% എത്രയായിരിക്കും? 3 × 18 ആണ്, 54. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 5⁻1/3 × 125⁻2/3 എന്താണ് തന്നിരിക്കുന്നത്? നമ്മുടെ എക്സ്പോണൻസിൽ നിന്നാണ് അല്ലെ, കൃത്യംഗങ്ങൾ എന്നൊരു സെക്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന്. 5⁻1/3 × ഈ 125നെ നമുക്കറിയാം, എപ്പോഴും നമ്മൾ ഇപ്പൊ A⁻m × A⁻n എന്നാണെങ്കിൽ നമുക്കതിനെ എന്ത് എഴുതാനായിട്ട് പറ്റും? A⁻m + n എന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ബേസ് രണ്ടും ഇവിടെയാണ്. സോ നമുക്ക് 125 എന്ന് പറയുന്നതിനെ നമുക്ക് 5ന്റെ പവറിലോട്ട് എഴുതുമ്പോൾ 5ന്റെ ക്യൂബിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 125 എന്ന് പറയുന്നത് അല്ലെ. ഈ 125നെ നമുക്ക് 5 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാനായിട്ട് പറ്റും. ഉണ്ടാ ഇവിടെ എത്ര തവണ? 25 തവണ. എഗെയിൻ നമുക്ക് 5 കൊണ്ട് ചെയ്താൽ ഇവിടെ 5 കിട്ടും. അതായത് 5³ ആണ് 125 എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ എന്ത് ചെയ്യാം? ഈ 125ന്റെ പ്ലേസിൽ നമുക്ക് എന്ത് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും? 5³ എന്ന് എഴുതാം. ഹോൾ പവർ 2/3. ഓക്കെ, ആൻസർ എങ്ങനെ വരും? 5⁻1/3 × ഇവിടെ എന്താണ്? 5⁻, ഇവിടെ എന്ത് വരണം? A⁻m ദി ഹോൾ പവർ n എന്ന് പറഞ്ഞാൽ A⁻m × n ആണ്. അപ്പൊ നമുക്കിവിടെ എന്ത് എഴുതാനായിട്ട് പറ്റും? ഇവിടെ 3 × 2/3 എന്ന് എഴുതാം. ഇവിടെ എന്താണ്? ഈ 3ഉം ഈ 3ഉം കൂടി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റും. സോ ആൻസർ എങ്ങനെ വരും? 5⁻1/3 × 5² എന്ന് വരും. ഇവിടെ നമുക്ക് എന്ത് വരും? 5⁻1/3 × 2 എന്ന് വരും. ആൻസർ എങ്ങനെയാണ് വരേണ്ടത്? 5⁻2/3. ഓക്കെ, 5⁻2/3. ഇവിടെ ഇൻറ്റു അല്ലേ വന്നിരിക്കുന്നത്? ഇൻറ്റു വരുമ്പോൾ ഇവിടെ എന്താ വരേണ്ടത്? പ്ലസ് അല്ലേ? 2/3 അല്ല ആൻസർ വരേണ്ടത്, ഇവിടെ പ്ലസ് അല്ലേ വരേണ്ടത് അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചിരിക്കുന്നത്. A⁻m × A⁻n എന്ന് പറയുന്നത് A⁻m + n. ഇവിടെ നമുക്ക് തെറ്റാൻ വളരെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ എന്ത് വരും? 5⁻1/3 + 2 എന്ന് പറയുമ്പോൾ 1/3 + 2. ഇതെങ്ങനെയാണ് ഇതിനെ ചെയ്യുന്നത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. ഇവിടെ എങ്ങനെ വരും? ഇവിടെ 1 + 2 × 3 എത്രയാണ്? 6 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. ആൻസർ എത്ര വരും? 7/3. സോ ഇവിടെ എന്താണ് വരേണ്ടത്? 5⁻7/3 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അതായത് ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 4 + 6 ഡിവൈഡഡ് ബൈ 4 + 6 × 5 - 3 × 2 + 2 എന്നല്ലേ തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ബോർഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ബോർഡ് മാസ് വരുമ്പോൾ ആദ്യം ബ്രാക്കറ്റ് വേണം. അപ്പൊ ഇവിടുത്തെ ബ്രാക്കറ്റ് ആദ്യം ഓപ്പൺ ചെയ്യണം. 6ഉം 4ഉം 10. 10 × 5 - 3 × 8ഉം 2ഉം എത്രയാണ്? 10 ആണ്. ഇവിടെ എത്ര വരും ആൻസർ? 10 × 5 50 - 30 എന്ന് വരും. 50ൽ നിന്ന് 30 കുറച്ചാൽ ആൻസർ എത്രയാണ്? 20. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ,
നെക്സ്റ്റ് നോക്കാം 1/2 ഇൻറ്റു 1/2 മൈനസ് 1/4 ഇൻറ്റു 1/4 ഹോൾ ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് 1/4. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്കറിയാം ഇവിടെ എന്താണ് തന്നിരിക്കുന്നത് 1/2 ഇൻറ്റു 1/2 എന്ന് പറഞ്ഞാൽ നമുക്കത് 1/2 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അതായത് ഇതിനെ നമുക്ക് എ സ്ക്വയർ എന്ന് എഴുതാം. മൈനസ് 1/4 ഇൻറ്റു 1/4 നമുക്ക് ഒരു നമ്പർ ആക്കി എടുത്താൽ അത് ബി സ്ക്വയർ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി, ഈ ഒരു ഫോർമാറ്റിലല്ലേ തന്നിരിക്കുന്നത്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നതിന്റെ ഐഡന്റിറ്റി എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും? 1/2 ദി ഹോൾ സ്ക്വയർ മൈനസ് 1/4 ദി ഹോൾ സ്ക്വയർ നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് വരാം? നമുക്ക് 1/2 പ്ലസ് 1/4 ഇൻറ്റു ഇവിടെ എന്ത് വരണം? 1/2 മൈനസ് 1/4 എന്ന് വരണം. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ്? ഇവിടെ നമുക്ക് നേരെ ഇവിടെ ഡിവൈഡഡ് ബൈ ഇവിടെ എന്തും കൂടി ഉണ്ട്? 1/2 പ്ലസ് 1/4 ഉണ്ട്. ഓക്കെ, ഇവിടെ എന്താണ്? ഇതങ്ങനെ തന്നെ കട്ടായി പോകും. ഈ ഒരു ടേമും കൂടി കട്ടായി പോയി മൊത്തം. ബാക്കി ആൻസർ ആയിട്ട് എന്ത് വരും? 1/2 മൈനസ് 1/4. ഇവിടെ എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം. ഇത് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 വരും, ഇതിനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 വരും, ഹോൾ ഡിവൈഡ് ബൈ 8 എന്ന് വരും. 4 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2. 2/8 ആണ്. ആൻസർ എത്ര വരും? 1/4 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ബി 1/4 ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. A/B = 2:7 ആയാൽ A/B = B/A എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാവുന്ന എന്താണ്? A/B എന്ന് പറയുന്നത് എന്ത് വരും? A/B എന്ന് പറയുന്നത് 2:7 ആണ്. ഇപ്പൊ B/A എന്തായിരിക്കും? നേരെ തിരിച്ചെഴുതിയാൽ മതി, 7:2 ആണ്. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താണ്? A/B = B/A ആണ്. നമുക്ക് ഈ പറയുന്ന A/B നമുക്ക് A/B എന്ന് എഴുതാം, അതിന് വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ 2/7 ഇവിടെ എന്താണ് വരേണ്ടത്? 7/2 എന്ന് വരും. ഓക്കെ, നേരെ തിരിച്ചിട്ടാൽ മതിയല്ലോ. ഇനി എന്ത് ചെയ്യണം? ഇത് ഇവിടെ റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് ഡയറക്റ്റ് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ എന്ത് വരും? ഇതിനെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 × 2 4, 4:7 × 7 49 വരും. ആൻസർ ഏതാണ്? 4:49 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? നോക്കാം നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ എന്ന്. 10, 13, 17, 22. 10നോട് നമ്മൾ എത്ര കൂട്ടി? 3 കൂട്ടിയപ്പോൾ 13 കിട്ടി. 13നോട് ഞാൻ 4 കൂട്ടിയപ്പോൾ എനിക്ക് 17 കിട്ടി. 17നോട് ഞാൻ 5 കൂട്ടിയപ്പോൾ എനിക്ക് 22 കിട്ടി. സോ നെക്സ്റ്റ് എന്തായിരിക്കണം? ഞാൻ 6 ആണ് ആഡ് ചെയ്യേണ്ടത്. 22നോട് 6 കൂട്ടുമ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 28. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഒറ്റയാനെ കണ്ടെത്തുക. 11, 47, 23, 63. എന്തായിരിക്കും ആൻസർ വരേണ്ടത്? 11 എന്ന് പറയുന്നത് ഒരു അഭാജ്യ സംഖ്യയാണ്. 11നെ നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. 1ഉം 11ഉം മാത്രമാണ് അതിന്റെ ഫാക്ടേഴ്സ്. 47 എന്ന് പറയുന്ന ഒരു അഭാജ്യ സംഖ്യയാണ്. 23 എന്ന് പറയുന്ന ഒരു അഭാജ്യ സംഖ്യയാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? 63. 63 എന്ന് പറയുമ്പോൾ 9/7 63 അല്ലെ? നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. അതിനെ നമുക്ക് വിഭജിക്കാൻ പറ്റും. അതൊരു ഭാജ്യ സംഖ്യയാണ്. സമയം 7:30 ആകുമ്പോൾ ക്ലോക്കിലെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയ്ക്കുള്ള കോണളവ് എത്ര? സമയം 7:30. നമ്മൾ എങ്ങനെയാണ് സമയം കണ്ടുപിടിക്കുന്നത്? 7:30 എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്ത് ചെയ്യണം? 30h - 11/2 m ആണ് ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്ത് വേണം? ഒരു മോഡുലസ് വേണം. ആൻസർ എങ്ങനെ വരും? 30 × 7 - 11/2 × 30. ഓക്കെ, ഇവിടെ എന്താണ്? മോഡുലസ് വേണം. 30 × 7 എന്ന് പറഞ്ഞ എത്രയാണ്? 210 ആണ്. മൈനസ് ഇവിടെ എന്താണ്? ഇത് രണ്ടും കൂടി കട്ടാകുമ്പോൾ ഇവിടെ 15 വരും. 11 × 15 എന്ന് പറയുമ്പോൾ 165 വരും. 211 - 165 എന്ന് പറഞ്ഞാൽ എത്രയാണ് ആൻസർ? 45 ഡിഗ്രി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. 8:511 ആണെങ്കിൽ 10 എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കുറെ നമ്പേഴ്സിന്റെ ക്യൂബും സ്ക്വയറും ഒക്കെ നമ്മൾ കാണാണ്ട് പഠിച്ചു വെക്കണം. എങ്കിലേ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ആൻസർ വരുള്ളൂ. 8:511 അതായത് 8:8ന്റെ ക്യൂബിൽ നിന്ന് 1 മൈനസ് ചെയ്തിരിക്കുന്നത്. 8ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 512 ആണ്. ഓക്കെ, അതായത് 8 8 64 അല്ലേ? 64 × 8 ആണ് 512 എന്ന് പറയുന്നത്. അതാണ് ഈ പറയുന്ന 511. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വേണം?
ചെയ്യണം? 10:- എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? 10ന്റെ ക്യൂബിൽ നിന്ന് നമുക്ക് 1 കുറയ്ക്കണം. ഇവിടെ എന്ത് വരും? 10:10ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 1000 ആണ്. അതിൽ നിന്ന് 1 കുറക്കുമ്പോൾ എത്ര കിട്ടും ആൻസർ? 999 കിട്ടും. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 100നും 150നും ഇടയിലുള്ള ഒറ്റസംഖ്യകളുടെ തുക എത്ര? ഒറ്റസംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. ഒറ്റസംഖ്യകളുടെ തുക, തുടർച്ചയായ n ഒറ്റസംഖ്യകളുടെ തുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റണം എന്താണ് ആൻസർ എന്ന് പറയുന്നത്. അത് ഡയറക്റ്റ് ആയിട്ട് n² ആണ്. ഇവിടെ നമുക്ക് തുടർച്ചയായതല്ല പറഞ്ഞിരിക്കുന്നത്, 100നും 150നും ഇടയിലാണ്. അപ്പൊ നമുക്ക് ഒന്നുകിൽ എന്ത് ചെയ്യണം? 100നും 150 ആദ്യം 1 മുതൽ 150 വരെയുള്ള കണ്ടുപിടിക്കണം, 1 മുതൽ 100 വരെയുള്ള കണ്ടുപിടിക്കണം, മൈനസ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഡയറക്റ്റ് സമാന്തര ശ്രേണിയുടെ ഫോർമാറ്റിൽ ചെയ്യാൻ പറ്റും. 100നും 150 അടക്കം എന്ന് പറയുമ്പോൾ എത്രയാണ്? 101 വരും. നെക്സ്റ്റ് എന്തായിരിക്കും? 103 വരും. നെക്സ്റ്റ് 105, അങ്ങനെ എത്ര വരെയും വരും? 149 വരെ വരും. ഇനി 100നും 150നും ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ 50 സംഖ്യകളാണ്. അതിന്റെ ഇടയ്ക്കുള്ള ഒറ്റസംഖ്യകൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 25 ഒറ്റസംഖ്യകളാണ് വരേണ്ടത്. ഓക്കെ, അത് നമ്മുടെ ലോജിക്കാണ്. ഇനി നമുക്ക് ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് കിട്ടാവുന്ന കാര്യമുള്ളൂ. അതല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? n കണ്ടുപിടിക്കാൻ സമാന്തര ശ്രേണിയിൽ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, അവസാന പദം മൈനസ് ആദ്യ പദം ചെയ്യണം, ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് ചെയ്യണം, പ്ലസ് 1 ചെയ്താൽ മതി. ഇവിടെ എത്ര കിട്ടും? 149 മൈനസ് 101 ഡിവൈഡ് ബൈ 2 പ്ലസ് 1 എത്രയാണ് വരേണ്ടത്? 149 മൈനസ് എന്ന് പറയുമ്പോൾ 48 ഡിവൈഡ് ബൈ 2 പ്ലസ് 1 എന്ന് വരും. അതായത് 24 പ്ലസ് 1 എന്ന് പറയുന്നത് 25. 25 ഒറ്റസംഖ്യകളാണ് അവിടെ ഉള്ളതെന്ന് മനസ്സിലായി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? തുക കണ്ടുപിടിക്കണം. തുകയാണല്ലോ ചോദിച്ചിരിക്കുന്നത്. തുക എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? n/2 ഇൻറ്റു എന്താണ്? a പ്ലസ് an, ജനറൽ ഇക്വേഷൻ ആണ്. സമാന്തര ശ്രേണിയുടെ n പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദമാണ്. ഇവിടെ n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25/2 ഇൻറ്റു ആദ്യ പദം എത്രയാണ്? 101, അവസാന പദം എത്രയാണ്? 149. 25/2 എന്ന് പറഞ്ഞാൽ 25/2 ഇൻറ്റു 101 പ്ലസ് 149 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 280 ആണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. എത്ര തവണ? 125. 125 ഇൻറ്റു 25 എന്ന് പറയുമ്പോൾ 3125 വരും ആൻസർ ആയിട്ട്. ഓക്കെ, അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് ഇംഗ്ലീഷിലേക്ക് പോകാം. The weather was extremely bad dash the match was not cancelled. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്ന? വെദർ എന്താണ്? എക്സ്ട്രീംലി ബാഡ്. വെദർ ഭയങ്കര, കാലാവസ്ഥ ഭയങ്കര മോശമായിരുന്നു. എന്താണ്? ദ മാച്ച് വാസ് നോട്ട് ക്യാൻസൽ. മാച്ച് ക്യാൻസൽ ചെയ്തില്ലെന്നാണ് പറയുന്നത് അല്ലെ. ദെയർഫോർ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? മാച്ച് വാസ് ക്യാൻസൽ, എന്നിട്ട് എന്ത് ചെയ്യണം? മാച്ച് ക്യാൻസൽ ചെയ്തു എന്നുള്ളൊരു മീനിങ്ങിലാണ് വരേണ്ടത്. അപ്പൊ ഇവിടെ എന്താണ് വരേണ്ടത്? ദ വെദർ വാസ് എക്സ്ട്രീംലി ബാഡ് നെവർത്ത്ലെസ്. പഠിച്ചു വെച്ചു. നെവർത്ത്ലെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നിരുന്നാലും, നമ്മൾ ഹൗഎവർ എന്നൊക്കെ പറയില്ലേ, എന്നിരുന്നാലും, എങ്കിലും എന്ത് ചെയ്തില്ല അവര്? മാച്ച് ക്യാൻസൽ ചെയ്തില്ല. ദ വെദർ വാസ് എക്സ്ട്രീംലി ബാഡ് നെവർത്ത്ലെസ് ദ മാച്ച് വാസ് നോട്ട് ക്യാൻസൽഡ്. എന്നിരുന്നാലും, എങ്കിലും, ആ ഒരു മീനിങ് പഠിച്ചു വെക്കണേ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്? ശരിയല്ലാത്ത പ്രസ്താവനയാണ് വേണ്ടത് അല്ലേ. 100 rupees ഈസ് നോട്ട് എ ബിഗ് എമൗണ്ട് അല്ലെ. 100 rupeesനെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് പറയുന്നത്. ദ ഫർണിച്ചർ വാസ് ബോട്ട് ഫ്രം പാരീസ്. ഓക്കെ, ഫർണിച്ചർ അവിടെ നിന്നാണ് വാങ്ങിച്ചത്. എവറി സ്കൂൾ ആൻഡ് കോളേജ് ഹാവ് എ പ്ലേ ഗ്രൗണ്ട്. എല്ലാ സ്കൂളിലും കോളേജിലും എന്തുണ്ട്? പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ തെറ്റ്. ദ ചിൽഡ്രൻ ആസ് വെൽ ആസ് ദ ടീച്ചർ ഹാവ് ലെഫ്റ്റ്. നമുക്ക് നോക്കാം എന്താന്നുള്ളത്. അതായത് ഇത്രയേ ഉള്ളൂ സംഭവം. എവരി അല്ലെ, ഈച്ച്, അങ്ങനെയൊക്കെ നമ്മൾ വെച്ച് കണക്ട് ചെയ്യുവാണ് അല്ലെ. രണ്ട് നാമങ്ങളെയല്ലേ നമ്മൾ കണക്ട് ചെയ്യുന്നത്. സ്കൂളുമുണ്ട് കോളേജുമുണ്ട്. എവരി സ്കൂൾ ആൻഡ് കോളേജ് എന്നൊക്കെ പറയുമ്പോൾ എവരി, ഈച്ച് സ്കൂൾ ആൻഡ് കോളേജ് അങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എന്താണ് വേണ്ടത്? വെർബ് ഇവിടെ എന്താവണം? സിംഗുലർ ആയിരിക്കണം. അപ്പൊ ഇവിടെ ഹാവ് ആയിരുന്നില്ല വേണ്ടത്. ഇവിടെ എന്താകണമായിരുന്നു? ഹാസ് വേണം. എവരി സ്കൂൾ ആൻഡ് കോളേജ് എന്നാണ് വേണ്ടത്. ഹാസ് എ പ്ലേ ഗ്രൗണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ആൻസർ ആയിട്ട് വരേണ്ടത്? ഇവിടെ ഹാവ്. അതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നമുക്ക് തെറ്റാണല്ലോ ചോദിച്ചിരിക്കുന്നത്. രാധിക വിൽ അറ്റൈൻ ഗുഡ് മാർക്സ്
എന്താണ് വന്നിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ടാഗ് ആണ് അല്ലെ. രാധിക വിൽ അറ്റെയിൻ ഗുഡ് മാർക്ക്. എന്താണ് നോക്കാം നമുക്ക്. വില്ലാണ് അല്ലെ, നമുക്കിവിടെ തന്നിട്ടുണ്ട്. വില്ലാണ്. ഇവിടെ എന്താണ്? വിൽ അറ്റെയിൻ ഗുഡ് മാർക്ക്. ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. വില്ലിന്റെ നെഗറ്റീവ് എന്താണ് വരേണ്ടത്? വോണ്ട് ആണ് അല്ലെ. വോണ്ട്, വില്ല് വോണ്ട് ആണ് വേണ്ടത്. അപ്പൊ എന്ത് വേണം ഇവിടെ? വോണ്ട് ഷീ എന്ന് വേണം. രാധിക വിൽ അറ്റെയിൻ ഗുഡ് മാർക്ക്, വോണ്ട് ഷീ. നമ്മുടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ തന്നെ നമുക്ക് എന്താണ്? ഇതല്ല ഇതല്ല എന്ന് മനസ്സിലായി. ഇവിടെ തന്നിരിക്കുന്നത് വില്ല് വെച്ചായത് കൊണ്ടാണ് ഇവിടെ എന്ത് വന്നിരിക്കുന്നത്? വോണ്ട് വന്നിരിക്കുന്നത്. വിശാൽസ് ഫാദർ ഈസ് ഗോയിങ് അബ്രോഡ് ഡാഷ് എ മന്ത്. നോക്കാം നമുക്ക്. സിൻസ് എ മന്ത് നമ്മൾ പറയൂ. സിൻസ് 2012. സിൻസ് നമ്മൾ എന്താണ് അല്ലെ, നമ്മൾ സിൻസ് 1970 മുതൽ, അല്ലെങ്കിൽ സിൻസ് 1840 മുതൽ എന്നുള്ള മീനിങ്ങിലാണ്. അപ്പൊ നമ്മൾ സിൻസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും എന്താണ് അതല്ലൊരു ഇതിൽ പറയില്ല അല്ലെ. നമ്മൾ എപ്പോഴും ഇവിടെ എന്താണ് യൂസ് ചെയ്യേണ്ടത്? പീരീഡ് ഓഫ് ടൈം അല്ലെ. പീരീഡ് ഓഫ് ടൈം ഉണ്ട്, പോയിന്റ് ഓഫ് ടൈം ഉണ്ട്. ഇവിടെ നമുക്ക് എന്താ? ഒരു പീരീഡ് ഓഫ് ടൈം. എന്താണ് വേണ്ടത്? വിശാൽ ഫാദർ ഈസ് ഗോയിങ് അബ്രോഡ് ഫോർ എ മന്ത്. ഒരു മാസത്തേക്കാണ് പോയത് എന്നുള്ള മീനിങ് ആണ് വേണ്ടത്. ഓക്കെ. രാകേഷ് ഡാഷ് ആൻ അപ്പോയിന്റ്മെന്റ് ടു സീ ദ ഡോക്ടർ. ഇറ്റ് ഈസ് അറ്റ് 11 AM ടുമാറോ. അത് ഇപ്പൊ നടക്കുന്ന ഒരു സംഭവം പറയുകയാണ് അല്ലെ. രാകേഷ് എന്ത് ചെയ്തു? ഡോക്ടർക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തു. ഇറ്റ് ഈസ് അറ്റ് 11 AM ടുമാറോ. നാളെ രാവിലെ 11 മണിക്കാണ് അപ്പോയിന്റ്മെന്റ് കിട്ടിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഇപ്പൊ നടക്കുന്ന കാര്യമാണ് പറയുന്നത്. പ്രസന്റിൽ നടക്കുന്നതാണ്. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കണം വരേണ്ടത്. രാകേഷ് ഇവിടെ എന്താണ് വരേണ്ടത്? ഹാസ് മെയ്ഡ് ആൻ അപ്പോയിന്റ്മെന്റ് അല്ലെ. എന്ത് ചെയ്തു രാകേഷ്? ഹാസ് മെയ്ഡ്. നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിന്റെ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സബ്ജക്റ്റ് വേണം, ഹാസ് വേണം, ഹാസ് ഓർ ഹാവ് അല്ലെ. ഹാസ് ഓർ ഹാവ് വേണം, പ്ലസ് V3 ഫോം അല്ലെ. V3 പ്ലസ് ഒബ്ജക്റ്റ് ആണ് വേണ്ടത്. അപ്പൊ ഇവിടെ എന്താണ് വേണ്ടത്? V3 എന്ന് പറയുമ്പോൾ മെയ്ഡ് ആണ് വേണ്ടത്. രാകേഷ് ഹാസ് മെയ്ഡ് ആൻ അപ്പോയിന്റ്മെന്റ് ടു സീ ദ ഡോക്ടർ. എപ്പോ? ഇറ്റ് ഈസ് അറ്റ് 11 AM ടുമാറോ. നാളെ രാവിലെ 11 മണിക്കാണ്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് ആൻ ആന്റോണിം ഓഫ് ഒപ്റ്റിമിസം. ഒപ്റ്റിമിസം ആന്റോണിം എന്താണ്? നമ്മൾ ഒത്തിരി തവണ നമ്മൾ 75 ക്വസ്റ്റ്യൻ പേപ്പറോളം വർക്ക്ഔട്ട് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന ഒരു ആന്റോണിം ആയിരിക്കും അല്ലെ. ഇത് എന്താണ് ആന്റോണിം വരേണ്ടത്? ഒപ്റ്റിമിസം. എന്താണ് വേണ്ടത്? പെസിമിസം അല്ലെ. ഒപ്റ്റിമിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശുഭാപ്തി വിശ്വാസമുള്ള. പെസിമിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അല്ലെ? വിശ്വാസമില്ലാത്ത, നിരീശ്വരവാദി എന്നൊക്കെ പറഞ്ഞില്ല, ആ ഒരു മീനിങ്ങിലാണ്. ഏറ്റിസ്റ്റിന്റെ മീനിങ് അല്ല കേട്ടോ. ഒപ്റ്റിമിസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എല്ലാത്തിലും നല്ലത് മാത്രം ചിന്തിക്കുന്നതിനാണ് ഒപ്റ്റിമിസ്റ്റ് എന്ന് പറയുന്നത്. ശുഭാപ്തി വിശ്വാസം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ഹാസ് ദ മീനിങ് ടു റിവീൽ ദ സീക്രട്ട്. എന്താണ് ടു റിവീൽ ദ സീക്രട്ട് എന്ന് പറഞ്ഞാൽ? ടു സ്പിൽ ദ ബീൻസ്. നമ്മൾ കുറെ തവണ പറഞ്ഞിട്ടുണ്ട്. ടു റിവീൽ ദ സീക്രട്ട് എന്താണ്? ടു സ്പിൽ ദ ബീൻസ്. എന്താണ് അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്ന് പറഞ്ഞാൽ? അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ്, അതായത് വില്ലിംഗ് ടു ഡു സംതിങ് ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന് ചെയ്യാൻ റെഡിയാണ്. അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ. സഡൻ ആണ് ആൻഡ് അൺഎക്സ്പെക്ടഡ് ഇവന്റ്. പെട്ടെന്ന് നടന്നൊരു സംഭവം, അതിനെയാണ് എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ അല്ലെ. എന്താണ് എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ സഡൻ അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. ഓക്കെ. കോൾ എ സ്പേഡ് സ്പേഡ്. എന്താണ് പറയുന്നത്? സ്പീക്ക് ഫ്രാങ്ക്ലി ആൻഡ് ഡയറക്ട്ലി. വളച്ചു കേട്ടൊന്നുമില്ല. സ്പീക്ക് ഫ്രാങ്ക്ലി. ഇതിനെയാണ് സ്പീക്ക് അല്ലെ. കോൾ എ സ്പേഡ് സ്പേഡ്. സ്പേഡിനെ നമ്മൾ എന്ത് വിളിക്കണം? സ്പേഡ് തന്നെ വിളിക്കണം. അതായത് ഫ്രാങ്ക് ആയിട്ട് നമ്മൾ സംസാരിക്കണം എന്നുള്ള മീനിങ്ങിലാണ്. ഓക്കെ. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്. എന്താണ് കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് വരുന്നത്? കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എപ്പോഴും വരാറുണ്ട്. അക്കോമഡേഷൻ ആണ്. സ്പെല്ലിംഗ് പഠിച്ചു വെച്ചു. ഓപ്ഷൻ ഡി ആണ്. നോക്കാം നമുക്ക്. ACCO. അക്കോ. 2 സി ഉണ്ട്, 2 എന്താണ് എം ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ACCO, MMO, എന്താണ് DATION ആണ്. അക്കോമഡേഷൻ. അക്കോമഡേഷൻ. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ദ ട്രെയിൻ ഡാഷ് ദ സ്റ്റേഷൻ. ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. PSC ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. കോളറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോളറ്റ് എന്ന് പറഞ്ഞാൽ ടു സ്റ്റോപ്പ്. ഓക്കെ. പിന്നെന്താണ് പറയുന്നത്? കോളോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വിസിറ്റ് എ പേഴ്സണെയാണ്. വിസിറ്റ് എ പേഴ്സൺ. ഓക്കെ. കോൾ ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൾ ഫോർ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ചെയ്യുക എന്നുള്ളതാണ് കോൾ ഫോർ എന്ന് പറയുന്നത്. കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാൻസൽ ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. വൺ ഹു ഡിവോട്ടഡ് ടു ദ പ്ലഷർ ഓഫ് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് അല്ലെ. ഹാപ്പി ആയിട്ട് എന്ത് ചെയ്യുക? ഫുൾ ടൈം ഫുഡ് കഴിക്കുക. അങ്ങനെയുള്ളവരെ പറയുന്ന പേരെന്താണ്? എപ്പിക്യൂർ അല്ലെ. വൺ ഹു ഡിവോട്ടഡ് ടു ദ പ്ലഷർ ഓഫ് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്ങിന് പറയുന്നത് എപ്പിക്യൂർ എന്നാണ്. എപ്പിക്യൂർ. ഓക്കെ. എന്താണ് ഫ്യൂജിറ്റീവ് എന്ന് പറഞ്ഞാൽ?
ഓക്കെ, എന്താണ് ഫ്യൂജിറ്റീവ് എന്ന് പറഞ്ഞാൽ? അതായത് ആരെങ്കിലും എന്താണ് ഓടി ഒളിക്കുക എന്ന് പറയത്തില്ലേ, അതായത് പോലീസിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി ഒളിക്കുക അല്ലെ, ഒളിച്ചിരിക്കുക എന്നുള്ള മീനിങ്. ഫ്യൂജിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? സമ്മൺ ഹു ഈസ് റണ്ണിങ് എവേ ഓർ ഹൈഡിങ്. എന്തിനു വേണ്ടിയിട്ട്? യൂഷ്വലി ഇൻ ഓർഡർ ടു അവോയ്ഡ് ദ ബീയിങ് കോട്ട് ബൈ ദ പോലീസ്. പോലീസ് പിടിക്കാതിരിക്കാൻ വേണ്ടി ഒളിച്ചിരിക്കുന്നവരെ. പിന്നെ എന്താണ് വാഗാബോണ്ട്? എന്താണ് വാഗാബോണ്ട് എന്ന് പറഞ്ഞാൽ? അല്ലെ, നമ്മള് ചിലവരെന്താണ് ജോലിയൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ തെരഞ്ഞു നടക്കൂലേ, സമ്മൺ ഹു വാണ്ടേഴ്സ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ആൻഡ് ഹാസ് നോ ഹോം ഓർ ജോബ്. എന്താണ്? ഒന്നും ജോലിയില്ല, വീടും ഇല്ലാത്ത ഇങ്ങനെ അലഞ്ഞെറിഞ്ഞ് നടക്കുന്നവരെയൊക്കെ പറയുന്നതിന് വാഗാബോണ്ട് എന്ന് പറയുന്നത്. സിനിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സിനിക്, വൺ ഹു ബിലീവ്സ് ദാറ്റ് ഹ്യൂമൻ കണ്ടക്ട് ഈസ് മോട്ടിവേറ്റഡ് ഹോളി ബൈ സെൽഫ് ഇൻട്രസ്റ്റ്. അല്ലെ, സിനിക് എന്ന് പറഞ്ഞാൽ ആ ഒരു വിശ്വാസം, ആ ഒരു നമ്മളിൽ തന്നെ ഒരു വിശ്വാസം എന്നൊക്കെ പറയത്തില്ല, അതിനെയാണ് നമ്മൾ സിനിക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ശരിയായ പദമേത്? ഐകമത്യം. എന്താണ് ശരിയായിട്ട് വരേണ്ടത്? ഐകമത്യം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒത്തിരി വരാറുണ്ട്. ഈ പറയുന്ന കറക്റ്റ് ആക്കാൻ വേണ്ടി പഠിക്കുന്നില്ലേ, അതായത് എന്താണ് പറയുന്നത്, ശരിയായ പദമായിട്ട് പഠിക്കുന്നത് ഐകമത്യം. എങ്ങനെയാണ് വരേണ്ടത്? ഓപ്ഷൻ ഐകമത്യമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്, ഐകമത്യം. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് നോക്കാം. കേമത്തം എന്താണ് വരേണ്ടത്? കേമത്വം എന്നൊക്കെ പറയും. എന്താണ് കേമത്തം എന്ന് പറഞ്ഞാൽ? കേമത്തം ഇങ്ങനെയാണ് പറയേണ്ടത്, കേമത്തം. ഇതാണ് ശരിയായിട്ട് വരേണ്ടത്. വിദ്യുത് ശക്തി ഏതാണ് ശരി എന്ന് പറയുന്നത്? വിദ്യുത് ശക്തി, വിദ്യുത് ശക്തി ഇങ്ങനെയാണ്. വിദ്യുത് ശക്തി അല്ല, വിദ്യുത് ശക്തിയാണ്. അങ്ങനെയാണെങ്കിൽ യാദൃച്ഛികം എന്താണ്? യാദൃച്ഛികമാണ്, യാദൃച്ഛികം. കവി കവയത്രി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എങ്ങനെയാണ് കവയത്രി എഴുതേണ്ടത്? കവ യാവള്ളി താവള്ളി, നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ട്. കവയിത്രിയാണ്, കവയിത്രി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗുരുത്വം എന്താണ്? നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതി വെക്കും അല്ലെ, ഗുരുത്വം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കും. ഇത് തെറ്റാണ്. എങ്ങനെയാണ് എഴുതേണ്ടത്? ഗുരുത്വം, ത്വം ആണ്, ഗുരുത്വമാണ്. ഓക്കെ, അതേപോലെ തന്നെ എന്താ പറയാ, അടിമത്തം. നമ്മൾ കേമത്തം പറഞ്ഞു, അതേപോലെ നമ്മൾ പറയാവുന്നതാണ് അടിമത്തം. ഇങ്ങനെയൊക്കെയാണ് കറക്റ്റ് ആയിട്ട് എഴുതേണ്ട കുറച്ച് വാക്കുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. എ ബേർഡ്സ് ഐ വ്യൂ എന്ന് പറയുന്നതിന് തുല്യമായ മലയാള വാക്യം എന്താണെന്നാണ്. പക്ഷി വീക്ഷണമല്ല, അതിന് പറയുന്നത് എന്താണ്? വിഹഗ വീക്ഷണം. വിഹഗ വീക്ഷണം, പക്ഷി വീക്ഷണം ഒന്നും എഴുതി വെക്കരുത് കേട്ടോ, നമ്മളത് നോർമലി പറയുന്നൊരു ഇതാണ്. എന്താണ്? പക്ഷി വീക്ഷണമല്ല, എന്താണ്? വിഹഗ വീക്ഷണം. എ ബേർഡ്സ് ഐ വ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? വിഹഗ വീക്ഷണം. അതേപോലെ കുറച്ച് നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാന്നുള്ളത്. അങ്ങനത്തെ കുറച്ച് ഈ പറയുന്ന മലയാള പരിഭാഷകൾ നമ്മൾ എപ്പോഴും ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണ് പറയുന്നത്? ബ്രഷ് ഓഫ്. എന്താണ് ബ്രഷ് ഓഫ് എന്ന് പറഞ്ഞാൽ? ബ്രഷ് ഓഫ്, തള്ളിക്കളയുക എന്ന് പറയത്തില്ലേ, ജസ്റ്റ് ബ്രഷ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? തള്ളിക്കളയുക. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്? കർട്ടൻ ലെക്ചർ. പലപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കർട്ടൻ ലെക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? തലയണ മന്ത്രം. ഇതിനെയാണ് നമ്മൾ കർട്ടൻ ലെക്ചർ എന്ന് പറയുന്നത്, തലയണ മന്ത്രം. ഓക്കെ, പിന്നെ എന്താണ്? ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്. നമ്മൾ സ്ഥിരം പറയുന്നതാണ് ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്. എന്താണ്? കുരയ്ക്കും പട്ടി കടിക്കില്ല അല്ലെ, കുരയ്ക്കും പട്ടി കടിക്കില്ല എന്ന് പറയും. കുരയ്ക്കും പട്ടി കടിക്കില്ല, ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ചേർത്തെഴുതുക. എന്താണ് വരേണ്ടത്? ചേർത്തെഴുതുക എന്ന് പറയുമ്പോൾ എന്ത് വരും? എൻ പ്ലസ് കിൽ. എന്താണ് ഇത്? നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ. എൻ പ്ലസ് കിൽ എന്താണ്? എങ്കിലാണ്. എൻ പ്ലസ് കിൽ എന്താണ്? എങ്കിൽ, എങ്കിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, എൻ പ്ലസ് 100. എൻ പ്ലസ് 100 എന്താണ്? എൻ പ്ലസ് 100 എന്ന് പറഞ്ഞാൽ 800. എൻ പ്ലസ് 100 ആണ് എന്ത്? 800. ഓക്കെ, കണ്ടുവിനെ നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാനായിട്ട് പറ്റും? കൺ പ്ലസ് ടു ആണ് എന്തെന്ന് പറയുന്നത്? കൺ പ്ലസ് ടു ആണ് കണ്ടു എന്ന് പറയുന്നത്, കൺ പ്ലസ് ടു. ഓക്കെ, നിൻ പ്ലസ് കൾ എന്താണ്? നിൻ പ്ലസ് കള്ള. നിൻ പ്ലസ് കള്ള എന്ന് പറഞ്ഞാൽ നിങ്ങൾ. നിൻ പ്ലസ് കള്ളാണ് നിങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. താഴെ തന്നിട്ടുള്ളതിൽ പൂജക ബഹുവചനം. നമ്മൾ ബഹുമാന പുരസ്കാരം പറയുന്നത് എന്തിനായിരിക്കും? പൂച്ചകൾ, മരങ്ങൾ, വൈദ്യർ, അമ്മമാർ. എന്താണ് വരേണ്ടത്? അത് നമ്മുടെ വൈദ്യറാണ്. വൈദ്യർ അല്ലെ, ബഹുമാനിച്ചു പറയുന്നതാണ്. അത് ഏതാണ് വരേണ്ടത്? വൈദ്യറാണ് പറയേണ്ടത്. ഓക്കെ, ആചാര്യർ, വൈദ്യർ എന്നൊക്കെ പറയും നമ്മൾ. അറ്, കള്ള് എന്നൊക്കെ കൂടിച്ചേർത്ത് പറയത്തില്ലേ. സ്വാമികൾ, ചാക്യാർ, ശല്യർ, ഇതൊക്കെ എന്താണ്? ശാസ്ത്രികൾ, ഗുരുക്കൾ, ഇതൊക്കെ എന്താണ് വരേണ്ടത്? ബഹുവചനമായിട്ട് നമ്മൾ പറയുന്നതാണ്. അതൊന്ന് പഠിച്ചു വെക്കേണ്ടതാണ്. കുറച്ച് അങ്ങനെ വരുന്നുണ്ട്. എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകമായിട്ട് വരേണ്ടത്? അറ് വരാം, ആറ് വരാം, കള്ള് വരാം. കണ്ടോ? തീർത്ഥപാദർ, ഗുരുക്കൾ, ആചാര്യർ, സ്വാമികൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന പൂജക ബഹുവചനമാണ്.
നദി എന്നർത്ഥം വരുന്ന പദം ഏത്? നദി. നദി എന്താണ് വരേണ്ടത്? തടിനി. പഠിച്ചു വെക്കണം. തടിനിയാണ് നദി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് വാരിധി? വാരിധി എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നതാണ് അല്ലെ. സമുദ്രത്തെയാണ് നമ്മൾ വാരിധി എന്ന് പറയുന്നത്. മേദിനി. മേദിനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമി. ഭൂമിയെയാണ് മേദിനി എന്ന് പറയുന്നത്. പഞ്ചമി എന്താ? പഞ്ചമി. പഞ്ചെന്ന് പറഞ്ഞാൽ എന്താണ്? അഞ്ച്. അഞ്ച് പഞ്ചഭുജം അല്ലെ. അഞ്ചാമത്തെ തിഥിയാണ് നമ്മൾ പഞ്ചമി എന്ന് പറയുന്നത് കേട്ടോ. അഞ്ചാമത്തെ തിഥി. അപ്പൊ തടിനി എന്താണ്? നദിയാണ്. ഖണ്ഡനം. വിപരീത പദം എഴുതുക. ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? PSC ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. ക്യാൻസൽഡ് ചെയ്തു. നെക്സ്റ്റ് നോക്കാം. രണ്ടു തലയും കൊളുത്തുക. എന്താണ് രണ്ടു തലയും കൊളുത്തുക എന്ന് പറഞ്ഞാൽ? മരണക്രിയ ചെയ്യുക, അഹങ്കാരം പറയുക, ആജ്ഞാപിക്കുക, ഏഷണി പറയുക അല്ലെ. ഏഷണി പറയുന്നതിനാണ് നമ്മൾ രണ്ടു തലയും കൊളുത്തുക എന്ന് പറയുന്നത്. ശരിയായ വാക്യം. രാമനും രാജനും തമ്മിൽ പരസ്പരം. തമ്മിലും പരസ്പരം എന്നുള്ള വാക്കേ വേണ്ട അല്ലെ. തമ്മിലും ഒന്നുകിൽ തമ്മിൽ അല്ലെങ്കിൽ പരസ്പരം, അത് മാത്രം മതി. രാമനും രാജനും തമ്മിൽ കലഹം ഉണ്ടാക്കുന്നു. ഓപ്ഷൻ സി. വേറെ ഒന്നും നമ്മളവിടെ നോക്കേണ്ട ആവശ്യം തന്നെ ഇല്ല അല്ലെ. വിലമതിക്കാൻ വയ്യാത്തത്. എന്താണ് വിലമതിക്കാൻ വയ്യാത്തത്? എന്താണ് വരേണ്ടത്? അമൂല്യം. അമൂല്യമായത്. വിലമതിക്കാനാവാത്തത് നമ്മൾ പഠിക്കുന്നതാണല്ലേ. എന്താണ് വിലമതിക്കാനാവാത്തത് എന്ന് പറയുമ്പോൾ എന്താണ് വരേണ്ടത്? അമൂല്യമാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ കുറേ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഈ പറയുന്ന ഒറ്റപ്പദമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? നമ്മൾ കുറെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാണ് പറഞ്ഞേക്കണം നോക്കാം നമുക്ക്. പിപ്പാസു. എന്താണ് പിപ്പാസു? കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപ്പാസു അല്ലെ. നമ്മൾ പിപ്പാസ എന്താണ്? കുടിക്കാനുള്ള ആഗ്രഹമാണെങ്കിൽ അതിനെ പിപ്പാസ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ദിദൃക്ഷ എന്തായിരുന്നു? ഇതൊക്കെ നമ്മൾ പല പല ക്ലാസ്സുകളിലായിട്ട് ഈ പറയുന്ന ഡെയിലി ബൂസ്റ്ററിൽ പല തവണ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ദിദൃക്ഷ എന്താണ്? കാണാനുള്ള ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ദിദൃക്ഷു എന്ന് വന്നാൽ എന്ത് വരും? ദിദൃക്ഷു എന്ന് പറഞ്ഞാൽ കാണാൻ ആഗ്രഹിക്കുന്നവനെയാണ് നമ്മൾ ദിദൃക്ഷു എന്ന് പറയുന്നത്. ഗുരുവിന്റെ ഭാവം. എന്താണ് ഗുരുവിന്റെ ഭാവം എന്ന് പറയുന്നത്? ഗൗരവം. ഓക്കെ. മുനിയുടെ ഭാവമാണ് എന്ത്? മൗനം. മൗനത്തെ നമ്മൾ എങ്ങനെയാണ്? മുനിയുടെ ഭാവം. ഒറ്റപ്പദം എന്താണ്? മൗനമാണ്. ദൂതന്റെ പ്രവൃത്തിയാണ് എന്ത്? ദൗത്യം. ദൂതന്റെ പ്രവൃത്തി എന്താണ്? ദൗത്യമാണ്. ഓക്കെ. ഇനി നമ്മൾ പറയുന്ന ആളെ എന്ത് പറയും? വക്താവെന്ന് പറയും. വക്താവ് ആരാണ്? പറയുന്ന ആൾ. അങ്ങനെയാണെങ്കിൽ കേൾക്കുന്ന ആൾ ആരാണ്? അതിനെയാണ് നമ്മൾ ശ്രോതാവ് എന്ന് പറയുന്നത്. ശ്രോതാവ് കേൾക്കുന്ന ആളാണ്. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? അങ്ങനെയുള്ള കുറെ. ലോകത്തെ സംബന്ധിച്ചത്. എന്താണ് ലോകത്തെ സംബന്ധിച്ചത്? ലൗകികം ലോകത്തെ സംബന്ധിച്ചതാണ്. ബൗദ്ധികം എന്താണ്? ബൗദ്ധികം ബുദ്ധിയെ സംബന്ധിച്ചതിനെ നമ്മൾ എന്ത് പറയും? ബൗദ്ധികം എന്ന് പറയും. ബുദ്ധിയെ സംബന്ധിച്ചത്. ശരീരത്തെ സംബന്ധിച്ചതിനെ ശാരീരികം എന്ന് പറയും. ശരീരത്തെ സംബന്ധിച്ചത്. ഓക്കെ. ഈശ്വരവിശ്വാസമുള്ളവൻ. എന്താണ് ഈശ്വരവിശ്വാസമുള്ളവനെ പറയുന്നത്? ആസ്തികൻ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? നാസ്തികൻ എന്ന് പറയും. നാസ്തികൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ ഈശ്വര വിശ്വാസം ഇല്ലാത്തവനെ പറയുന്നതാണ് നാസ്തികൻ എന്ന് പറയുന്നത്. ഓക്കെ. വിലമതിക്കാൻ നമ്മൾ പറഞ്ഞല്ലോ അമൂല്യമാണെന്ന്. സ്ത്രീലിംഗ പദം ഏത്? സ്ത്രീലിംഗ പദം ഏതാണ് വരേണ്ടത്? മനുഷ്യൻ, പൊതുവാൾ, രാജ്ഞി, മകൻ. ഏതാണ് സ്ത്രീലിംഗ പദമായിട്ട് വരേണ്ടത്? രാജ്ഞിയാണ് അല്ലെ. നമുക്കറിയാം. കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് സ്ത്രീലിംഗ പദം? രാജ്ഞിയാണ്. അതേപോലെ കുറെ സ്ത്രീലിംഗ പദങ്ങളും പുല്ലിംഗ നമുക്കിത് പഠിക്കാനുണ്ടല്ലോ. എന്തൊക്കെയാണ്? മോഷ്ടാവ്. മോഷ്ടാവ് എന്ന് പറയുമ്പോൾ എന്താണ്? പുല്ലിംഗ പദമാണ്. എന്താണ് അതിന്റെ സ്ത്രീലിംഗം എന്ന് പറയുന്നത്? മോഷ്ടി എന്ന് പറയും. മോഷ്ടി. ഓക്കെ. മോഷ്ടി, മോഷ്ടി എന്നൊക്കെ പറയും കേട്ടോ. മോഷ്ടി എന്നാണ് ഞാൻ കണ്ടത്. നോക്കാം നമുക്ക്. ഇനി എന്താണ്? തമ്പി. തമ്പി എന്താണ്? തമ്പി, തങ്കച്ചി. തങ്കച്ചി എന്ന് പറയും. തമ്പി, തങ്കച്ചി എന്ന് പറയും. പിന്നെ എന്താണ് വരേണ്ടത്? കവി. കവി എന്ന് പറയുന്നതിന് നമ്മൾ നോർമലി എന്താണ് പറയേണ്ടത്? കവയിത്രി. കവ യാവള്ളി താവള്ളി കവയിത്രി എന്ന് പറയും. ഓക്കെ. ഇനി നമുക്ക് എന്താണ്? നമ്പ്യാർ. നമ്പ്യാർ എന്താണ്? നമ്പ്യാർ വരേണ്ടത്? നങ്ങ്യാർ. നമ്പ്യാർ എന്താണ്? സ്ത്രീലിംഗ പദമായിട്ട് വരേണ്ടത് നങ്ങ്യാറാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. എന്താണ് വരേണ്ടത്? കൈമൾ. കൈമൾ എന്താണ്? കൈമൾ കുഞ്ഞമ്മ. കുഞ്ഞമ്മയാണ് കൈമൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ സ്ത്രീലിംഗ പദം ഏതാണ് ഇവിടെ? രാജ്ഞിയാണ് സ്ത്രീലിംഗ പദമായിട്ട് വരേണ്ടത്. ഓക്കെ. അപ്പൊ നമ്മുടെ ഇംഗ്ലീഷ് മലയാളം മാത്സിന്റെ 30 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. VFAയുടെ എക്സാമിന് മുമ്പായിട്ട് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന 75ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ഒരു 75
ഏകദേശം ഞാനൊരു എക്സാമിന് മുമ്പായിട്ട് 100 ക്വസ്റ്റ്യൻ പേപ്പർ എത്തിക്കാൻ ശ്രമിക്കാം. അത്രയും ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് നിങ്ങൾ സുഖമായിട്ട് പരീക്ഷയ്ക്ക് പോയിക്കോ. ഇംഗ്ലീഷ്, മലയാളം, മാത്സിൽ നിന്ന് ഒരു 30-ൽ നിങ്ങൾക്ക് ഒരു 25+ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ക്ലാസ്സുകൾ മാത്രം ഫോളോ ചെയ്താൽ തന്നെ കിട്ടും. കാര്യം അത് നമുക്ക് ഒത്തിരി, എനിക്ക് ഏറ്റവും കൂടുതൽ റിവ്യൂ കിട്ടിയിരിക്കുന്ന ഒരു സംഭവമായിരുന്നു നമ്മുടെ ഡെയിലി ബൂസ്റ്റർ എന്ന് പറയുന്നത്. കാര്യം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഡെയിലി ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഓരോ പരീക്ഷയ്ക്ക് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അതനുസരിച്ചിട്ട് ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്